കേരളത്തിൽ നിന്ന് അയൽ സംസ്ഥാനങ്ങളിലേക്ക് അനധികൃത മണ്ണ് കടത്ത്. കേരള കർണാടക അതിർത്തിയായ കാസർഗോഡ് പൈവിളികെ പഞ്ചായത്തിൽ നിന്ന് മണ്ണ് മാഫിയ കടത്തുന്നത് കോടിക്കണക്കിന് രൂപയുടെ ലാറ്ററൈറ്റ് മണ്ണ്. വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും മണ്ണ് കടത്ത് യഥേഷ്ടം തുടരുകയാണ്. മണ്ണ് കടത്ത് തടയാൻ നടപടി ആവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസർ ജിയോളജി വകുപ്പിന് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് 24 കിട്ടി. 24 എക്സ്ക്ലൂസീവ്. അരുൺ പാർക്കൽ ചേരുന്നു കാസർഗോഡ് നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്, പറയൂ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ്. കാസർഗോഡ് ജില്ലയുടെ അതിർത്തി പ്രദേശമാണ് ഈ പൈവളികെ പഞ്ചായത്ത്. പൈവളികെ പഞ്ചായത്തിലെ ബായാർ വില്ലേജിലെ പാതക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു അനധികൃതമായ മണ്ണ് കടത്തുള്ളത്. അത് നമ്മൾ കരുതും പോലെ നിസാരമായ ഒരു മണ്ണ് കടത്തല്ല. അവിടെ ഏക്കർ കണക്കിന് ഭൂമിയിൽ കോടിക്കണക്കിന് രൂപയുടെ മണ്ണ് ദിവസേന കടത്തുകയാണ്. അവിടുത്തെ ലാറ്ററൈറ്റ് മണ്ണിന് വലിയ ഡിമാൻഡുണ്ട്. ഇത് പോകുന്നത് കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ്. വലിയ വലിയ ലോറികൾ എല്ലാ ദിവസവും രാത്രിയിലാണ് ഈ മണ്ണ് അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോകുന്നത്. ഏക്കർ കണക്കിന് ഭൂമി തുരന്നെടുത്ത നിലയിലാണ് ഇപ്പോഴുള്ളത്. ഇത് 2023 ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തണമെന്നും അത് കേരളത്തിൻ്റെ ഭൂമി എത്രയുണ്ടെന്നുമൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ബായാർ വില്ലേജ് ഓഫീസർ മഞ്ചേശ്വരം തഹസിൽദാർക്ക് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലൊന്നും ഒരു നടപടിയും അവിടെ ഉണ്ടായിട്ടില്ല. ഇത് കർണാടകയോടും അതുപോലെ തന്നെ കേരളത്തോടും ചേർന്ന് കിടക്കുന്ന ഭൂമിയാണ്. കേരളത്തിൻ്റെ ഭൂമിയിൽ നിന്നാണ് ഈ വലിയ തോതിൽ മണ്ണ് ഇങ്ങനെ കടത്തുന്നത്. 5 സ്വകാര്യ വ്യക്തികളുടെ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 5 സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയാണെന്ന് പറയുന്നുണ്ട്. അത് 5 ഏക്കർ ഭൂമിയുണ്ടെന്നും ഈ വില്ലേജ് ഓഫീസർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ എത്രത്തോളം മണ്ണ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. കർണാടകയുടെ ലൈസൻസും അതുപോലെ തന്നെ കർണാടക ജിയോളജിയുടെ അനുമതിയും വെഹിക്കിൾ പാസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഇങ്ങനെ മണ്ണ് കടത്തുന്നത് എന്നുള്ളതാണ്. കേരളത്തിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ടാക്സോ അനുമതിയോ ജിയോളജി വകുപ്പിൻ്റെ അനുമതിയോ ഒന്നും തന്നെ കേരളത്തിൽ നിന്ന് വാങ്ങുന്നുമില്ല. അത് വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കുന്നുണ്ട്. എന്തായാലും ഏക്കർ കണക്കിന് മണ്ണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ആ പ്രദേശത്ത് പോയിരുന്നു. ആ പ്രദേശത്തൊന്നാകെ ഈ പാതക്കൽ എന്ന് പറയുന്ന ആ പ്രദേശം ഒന്നാകെ തുരന്നെടുത്ത നിലയിലാണ് ഇപ്പോഴുള്ളത്. അവിടെ ആ സമയത്ത് തന്നെ വലിയ രീതിയിൽ കൂടുതൽ ലോറികൾ അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അവിടുന്ന് നേരെ പോകുന്നത് കർണാടക പാതയിലേക്കാണ്. പിന്നീട് കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് ഒരു തരത്തിലുള്ള പരിശോധനയും അവിടെ നടത്താനും സാധിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട മഞ്ചേശ്വരം തഹസിൽദാറുമായി സംസാരിച്ചിരുന്നു. മഞ്ചേശ്വരം തഹസിൽദാർ പറയുന്നത് പോലീസിൻ്റെ അനുമതി, കേരള പോലീസിൻ്റെയും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിൻ്റെയും സഹകരണമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ്. അവിടെ വലിയൊരു മണ്ണ് മാഫിയാണ് അവിടെ പിടിമുറുക്കിയിരിക്കുന്നത്. അത് കർണാടകത്തിൽ നിന്നുള്ള മണ്ണ് മാഫിയാണ്. അവരെ എതിരിടാൻ അത്രത്തോളം എളുപ്പമല്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും ഏക്കർ കണക്കിന് മണ്ണ്, കേരളത്തിൻ്റെ ഏക്കർ കണക്കിന് മണ്ണിങ്ങനെ ഇവർ തുറന്നു കൊണ്ടുപോവുകയാണ്. അതിലൊരു നടപടി ഉണ്ടാവണം. അത് കാസർഗോഡ് ജില്ലാ ഭരണകൂടം കാര്യക്ഷമമായി തന്നെ ഇടപെടണമെന്നും പറയുന്നുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.